Hello friends, welcome to IFR Education 300 UGC Net Paper 1 Questions with Anis Vati. നമ്മുടെ അടുത്ത എക്സാം വരാനാവാണ്. അടുത്ത മാസമാണ് നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനിയുള്ള ഒരു സെറ്റ് ഓഫ് വീഡിയോസിൽ എല്ലാ ദിവസങ്ങളും നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസിനുമായിട്ട് ഒരു മിനിമം 300 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 300 ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷനെ വളരെയധികം സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, ബിക്കോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഒരുപാട് എക്സാമ്പിൾ നമ്മൾ അസസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേപ്പർ 1 പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും നമ്മൾ ഇതിൻ്റെ ഭാഗമായി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചും കൂടുതൽ കുട്ടികൾ ടഫായിട്ട് പറയുന്ന ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, മാത്തമെറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കുട്ടികൾ ബുദ്ധിമുട്ട് പറയുന്ന എൻവിയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ, ഓക്കെ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് റീസെൻ്റ്ലി ആയിട്ടുള്ള പരീക്ഷകൾക്കൊക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള, അതായത് ടോപ്പിക് ബൈ നേച്ചർ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ള പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റിൽ നിന്നുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ വി ഹാവ് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സോ എൻവയോൺമെൻറ്റൽ ടോപ്പിക്കിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്കുകളുണ്ട്. ഗ്ലോബൽ കൺസർവേഷൻ എഫേർട്സുകളുണ്ട്, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, കൺസർവേഷൻ എഫേർട്സ് അറ്റ് ദ നാഷണൽ ലെവലുണ്ട്, MDG ഉണ്ട്, SDG ഉണ്ട്, പൊല്യൂഷൻസ് ഉണ്ട്, ഓക്കെ, പൊല്യൂഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസാസ്റ്റേഴ്സ്, മിക്സ് ടോപ്പിക്, ഇതെല്ലാം ഉണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ എഫേർട്സ്, ലോകത്തുള്ള എൻവയോൺമെൻറ്റ് കൺസേർവ് ചെയ്യാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാനുകളിൽ നിന്നുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ടോപ്പിക്കിൽ നിന്ന് കുറച്ച്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോട്ടോകോൾസ് ഓർ കൺവെൻഷൻസ് ആർ സപ്ലിമെൻ്ററി ടു ദ കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി? കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിക്ക് സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഓക്കെ കൺവെൻഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റിക്ക് സപ്ലിമെൻ്ററി ആയിട്ടുള്ള കൺവെൻഷനുകൾ ഏതാണെന്നുള്ളതാണ്, ബേസിക്കലി പ്രോട്ടോക്കോളുകൾ ഏതാണ് എന്നുള്ളതാണ് ബേസിക്കലി ചോദിച്ചിട്ടുള്ളത്. സോ ബേസിക്കലി നമുക്കറിയാം റിയോ സമ്മിറ്റിൻ്റെ ഭാഗമായി ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺവെൻഷൻസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺവെൻഷനായിട്ട് നമുക്കുള്ളത് CBD കൺവെൻഷൻ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പ്രിസർവ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്ന കൺവെൻഷൻ. ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രോട്ടോകോൾസ്. ഓക്കെ, ഇതിൻ്റെ ഭാഗമായിട്ട് രണ്ട് പ്രോട്ടോകോൾസ്. ഒന്ന് വി ഹാവ് നെഗോയ പ്രോട്ടോകോൾ, ഓക്കെ, ആൻഡ് ഒന്ന് വി ഹാവ് കാർട്ടാഗന പ്രോട്ടോകോൾ. ഓക്കെ, നെഗോയ പ്രോട്ടോകോൾ ആൻഡ് കാർട്ടാഗന പ്രോട്ടോകോൾ. കൺവെൻഷനും പ്രോട്ടോകോളും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. കൺവെൻഷൻ എന്ന് പറഞ്ഞ ഒരു ജനറൽ അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, ആളുകൾ തമ്മിൽ ഒരു കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കുന്ന ജനറൽ അഗ്രിമെൻ്റ് ആണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അതേസമയം പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതൊരു ലീഗലി ബൈൻഡിങ് അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ അതൊരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള അഗ്രിമെൻ്റ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ വി ഹാവ് നെഗോയ ആൻഡ് കാർട്ടാഗന പ്രോട്ടോകോൾ എന്ന് പറയുമ്പോൾ ബേസിക്കലി വാട്ട് വി കൻ സേ ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസംസിൻ്റെ സസ്റ്റൈനബിൾ യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, അതായത് ലിവിങ് മോഡിഫൈഡ് ഓർഗാനിസം യൂസ് ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം, ഓക്കെ, എന്നുള്ള ആസ്പെക്റ്റ് ആണ്. അതേസമയം നെഗോയ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ദി ബെനിഫിറ്റ്സ് അറൈസിങ് ഫ്രം ദ യൂട്ടിലൈസേഷൻ ഓഫ് ജനറ്റിക് റിസോഴ്സുകളുടെ യൂട്ടിലൈസേഷനിൽ നിന്ന് ഉള്ള ബെനിഫിറ്റുകൾ ഫെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. സോ ബേസിക്കലി വിൽ ബി ഹാവിങ് ഓക്കെ കാർട്ടാഗന ആൻഡ് നെഗോയ പ്രോട്ടോകോൾ. കാർട്ടാഗനയും നെഗോയയുമാണ് നമുക്ക് കൺവെൻഷൻ ബയോഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത്. സോ വി ഹാവ് ഓപ്ഷൻ C, B and D as the correct answer for this particular question. Okay, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. We have B and D. Let's move to the next question. Question number 2. The Paris Agreement envisages pursuing efforts to limit global warming in this century to how many degrees Celsius above the pre-industrial levels of global average temperature? പാരീസ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന അഗ്രിമെൻ്റ് ഈ ഒരു സെഞ്ചുറി കഴിയുമ്പോഴേക്കും, ഓക്കെ, ഈ ഒരു പാരീസ് അഗ്രിമെൻ്റ് എന്ന് പറയുന്ന അഗ്രിമെൻ്റ് ഈ ഒരു സെഞ്ചുറി കഴിയുമ്പോഴേക്കും ഗ്ലോബൽ വാർമിങ് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിൻ്റെ ഓക്കെ എത്ര ടെമ്പറേച്ചർ ലെവലിൽ
ലിമിറ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കുണ്ട് ക്യോട്ടോ പ്രോട്ടോകോൾ, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എമൗണ്ട് കുറക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്, സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ്, പിന്നെ ഒരു തേർഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡ് ഇല്ല. സെക്കൻഡ് കമ്മിറ്റ്മെൻറ്റ് പീരീഡിന് ശേഷം ലോകത്തുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ കൺട്രോളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യപ്പെടുന്ന അഗ്രിമെൻ്റ് ആണ് പാരീസ് അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് INDC എന്ന് പറയുന്നത്. അതായത് ഇൻറ്റൻഡഡ് നേഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പാരീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് INDC, ഇൻറ്റൻഡഡ് നേഷണലി ഡിറ്റർമൈൻഡ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെയുള്ള അടുത്തൊരു ആസ്പെക്റ്റ് ആണ് പാരീസ് അഗ്രിമെൻറ്റ് ഈ ഒരു സെഞ്ചുറിയോട് കൂടിയിട്ട് പ്രീ ഇൻഡസ്ട്രിയൽ ലെവലിനേക്കാളേറെ 1.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ലിമിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. 1.5 ഡിഗ്രി സെൽഷ്യസ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്യണം എന്നുള്ളതാണ് പാരീസ് അഗ്രിമെൻറ്റ് പറയുന്നത്. പാരീസ് അഗ്രിമെൻറ്റ് പറയുന്നത് 1.5 ഡിഗ്രി സെൽഷ്യസ്. സോ പാരീസ് അഗ്രിമെൻറ്റ് ലിമിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ്. ദെൻ മൂവിങ് ടു ഓപ്ഷൻ C is the correct answer. So for this particular question we have option C as the correct answer. Moving to the third question. This is it. We have match the environmental treaty or convention with the focus area. ലോകത്ത് എൻവയോൺമെൻറ്റ് കൺസർവേഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രീറ്റീസ് ഉണ്ട്. ഈ തന്നിരിക്കുന്ന ട്രീറ്റീസും അതിൻ്റെ ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഫോക്കസ് ഏരിയ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ബോൺ കൺവെൻഷൻ ഉണ്ട്. നമുക്ക് ബോൺ കൺവെൻഷൻ ഉണ്ട്. ജർമ്മനിയിലെ ബോണിൽ വെച്ച് നടന്ന കൺവെൻഷൻ ഉണ്ട്. നമുക്ക് സൈഡ്സ് ഉണ്ട്, കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്. നമുക്ക് സമ്മിറ്റ് ഉണ്ട്, നമുക്ക് നഗോയ പ്രോട്ടോകോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയില്ലെങ്കിൽ എപ്പോഴും നന്നാവുക ആദ്യം തന്നെ നിങ്ങൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ എടുക്കാം. നഗോയ പ്രോട്ടോകോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് വരുന്ന 2 പ്രോട്ടോകോളുകളാണ് നഗോയയും കാർട്ടാഗനയും. സോ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണ്. ഓപ്ഷൻ D 2 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ആണുള്ളത്, ഇത് 2 ആണുള്ളത്. ഇത് 2 നമുക്കുള്ളത്. പിന്നെ നമുക്ക് സമ്മിറ്റ് എന്നുള്ളതാണ്. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് വി ഹാവ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് സമ്മിറ്റ് സംസാരിക്കുന്നത്. സോ വി ഹാവ് CS4. CS4. ദെൻ വി ഹാവ് ബോൺ കൺവെൻഷൻ. ബോൺ കൺവെൻഷൻ സംസാരിച്ചിട്ടുള്ളത് വി ഹാവ് ബോൺ കൺവെൻഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് വി ഹാവ് സൈറ്റ്സ് ആൾസോ. വി ഹാവ് സൈറ്റ്സ് ആൾസോ. Then ഇത് രണ്ടും എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? So we have here also we have CS4. So Bonn Convention is all about we have C4 ഉണ്ട്. അതുപോലെ തന്നെ B3 ഉണ്ട്, അതുപോലെ B1 ഉണ്ട്. ബോൺ കൺവെൻഷനിൽ B1 ഉണ്ട്, B4 ഉണ്ട്. സോ ഇറ്റ്സ് അബൌട്ട് B1. കാരണം സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്നുള്ളതാണ്. സോ വി ഹാവ് B3. അപ്പോൾ നമുക്ക് എന്തുണ്ട്? A എന്ന് പറഞ്ഞാൽ 1 ആണ്. ബോൺ കൺവെൻഷൻ സംസാരിക്കുന്നത് മൈഗ്രേറ്ററി സ്പീഷീസിനെ കുറിച്ചാണ്. B എന്ന് പറഞ്ഞാൽ 3 ആണ്. സൈറ്റ്സ് സംസാരിക്കുന്നത് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ കുറിച്ചാണ്. സമ്മിറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. നഗോയ പ്രോട്ടോകോൾ ഓൾറെഡി നമ്മൾ സംസാരിച്ചു, കൺവെൻഷൻ ആസ്പെക്റ്റിലേക്ക് വരുന്ന ഒരു സംഭവമാണ്. സോ വി ഹാവ് ഓപ്ഷൻ B as a correct answer for this particular question. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് വിൽ ബി ഹാവിങ് option B as a correct answer. Let's move to the next question. Question number 4. In the context of Convention on Biological Diversity, the first session of Conference of Parties was scheduled in. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ അഗ്രിമെൻ്റ് ആണ്. പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഒരു ലീഗലി ബൈൻഡിങ് അഗ്രിമെൻ്റ് ആണ്. കൺവെൻഷനിലുള്ള രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് നമ്മൾ കോപ്പ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. കൺവെൻഷനിലുള്ള രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് നമ്മൾ കോപ്പ് എന്ന് പറയുന്നത്. കോപ്പ് ഓർ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോട്ടോകോളിലുള്ള രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് പ്രോട്ടോകോളിലുള്ള രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് നമ്മൾ മോപ്പ് ഓർ മീറ്റിംഗ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. പ്രോട്ടോകോളിൻ്റെ രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് പ്രോട്ടോകോളിൻ്റെ രാജ്യങ്ങളുടെ മീറ്റിങ്ങിനെയാണ് നമ്മൾ മോപ്പ് ഓർ മീറ്റിംഗ് ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഫസ്റ്റ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ ബഹാമസ്. ബഹാമസിലായിരുന്നു ഫസ്റ്റ് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളതാണ്. സോ വി ഹാവ് ഓപ്ഷൻ B ബഹാമസ് as the correct answer. ഓപ്ഷൻ B ബഹാമസ് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ഉള്ളത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 5.
Which of the following are true about convention on biological diversity? Okay, convention on biological diversity കുറിച്ച് convention on biological diversity കുറിച്ച് സംസാരിക്കുമ്പോൾ ഏതൊക്കെയാണ് what we can say ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. convention on biological diversity കുറിച്ച് ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒന്ന്, it works for the conservation of biodiversity എന്നുള്ളതാണ്. it works for the conservation of biodiversity എന്നുള്ളതാണ് ശരിയാണ്. Then it advocates the sustainable use of its components എന്നുള്ളതാണ്, അതും ശരിയാണ്. Its secretariat is in Geneva, Switzerland എന്നുള്ളത് തെറ്റാണ്. കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയുടെ സെക്രട്ടേറിയറ്റ് ഉള്ളത് മോൺട്രിയൽ ഇൻ കാനഡയാണ്. അതായത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ മോൺട്രിയൽ, കാനഡ. കാനഡയിലുള്ള മോൺട്രിയലിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അത് തെറ്റാണ്. മൂന്നാമത്തത്, ഇറ്റ് എംഫസൈസസ് ഓൺ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഷെയറിംഗ് ഓഫ് ബെനിഫിറ്റ്സ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ യൂട്ടിലൈസേഷൻ. ഡെഫിനറ്റ്ലി ഉണ്ട്. അതിനെയാണ് നമ്മൾ നെഗോയ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ കാട്ടാഗന പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. സോ വി ഹാവ് എ, ബി ആൻഡ് ഡി. സോ വി ഹാവ് എ, ബി ആൻഡ് ഡി, ഓപ്ഷൻ ഡി ആസ് എ കറക്റ്റ് ആൻസർ. വി ഹാവ് എ, ബി ആൻഡ് ഡി, ഓപ്ഷൻ ഡി ആസ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. സോ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ ഈ ഒരു 300 ക്വസ്റ്റ്യൻസ് വിത്ത് അനീസ് പൂർത്തി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ വരും വീഡിയോകളിൽ, വരും ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനിയുള്ള അങ്ങനെയുള്ള കംപ്ലീറ്റ് വീഡിയോസ് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എയ്ഫറിൻ്റെ കൂടുതൽ കോഴ്സുകളെക്കുറിച്ചും ഫ്രീ കമ്മ്യൂണിറ്റിയെക്കുറിച്ചും ഒക്കെ അറിയാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഡീറ്റെയിൽസ് നോക്കുക. അപ്പോൾ വീണ്ടും 6ാമത്തെ ചോദ്യം തൊട്ടിട്ട് വരും വീഡിയോകളിൽ കാണാം.